വെൽക്കം ടു കോഡ് യുറേക്ക. ഇന്ന് നമ്മൾ നോക്കുന്നത് എങ്ങനെ 10 മിനിറ്റോടെ ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ട് 10 മിനിറ്റോടെ ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാൻ നോക്കുന്നത്. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഓൺലൈൻ ടൂളാണ് ക്യാൻവ. നമ്മുടെ ക്യാൻവ നേരത്തെ നോക്കിയിട്ടുള്ളതാണ്. അത് ബിസിനസ് കാർഡൊക്കെ ജനറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ക്യാൻവയിൽ ഓൾറെഡി പഠിച്ചായിരുന്നു. ഇനി നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ക്യാൻവയിൽ ഒരു വെബ്സൈറ്റ് ആണ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ അതും 10 മിനിറ്റ് ഉണ്ട്. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഗൂഗിളിൽ ക്യാൻവ എന്ന് ടൈപ്പ് ചെയ്യുക. ക്യാൻവ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് കിട്ടും. അതിൽ ആദ്യം കാണുന്ന ഈ വെബ്സൈറ്റിൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഇങ്ങനെ ഒരു ലോഗിൻ സ്ക്രീൻ ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ ഇവിടെ ലോഗിൻ എന്ന് പറഞ്ഞ് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ ഈ ഒരു ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ജിമെയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ ലോഗിൻ ചെയ്ത് കയറുമ്പോൾ ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. കണ്ടോ, ഇതായിരിക്കും ഇതിന്റെ ഹോം സ്ക്രീൻ. ഇവിടെ നിങ്ങൾക്ക് വെബ്സൈറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വെബ്സൈറ്റ് ഡിസൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടും. ഈ സെർച്ച് ബാറിൽ വരിക, വെബ്സൈറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. അതാണ് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരുപാട് വെബ്സൈറ്റിന്റെ ഓപ്ഷൻസ് നിങ്ങൾക്ക് കിട്ടും. ഒരുപാട് ടെംപ്ലേറ്റ്സുകൾ ഇവിടെ അവൈലബിൾ ആണ്. കണ്ടോ, ഇതിന്റെ അകത്ത് നമുക്ക് ഫ്രീ മെമ്പർഷിപ്പ് ആണ് നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത്. നമുക്ക് പെയ്ഡ് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ പ്രോ കിട്ടും. പ്രോ മെമ്പർഷിപ്പ് അതായത് ഉണ്ടോ, ഈ പ്രോ ചില ഡിസൈൻസിന് അത് ഒരു ക്രൗൺ കാണിക്കുന്ന പ്രോ എന്ന് പറഞ്ഞ് കാണിക്കുന്നത് അത് ഈ പ്രോ മെമ്പർഷിപ്പ് എടുത്തവർക്കുള്ളതാണ്. അതല്ലാതെ നമുക്ക് തന്നെ ഇങ്ങനെയൊക്കെയുള്ള വെബ്സൈറ്റുകളൊക്കെ നമുക്ക് എടുത്തിട്ട് ഡിസൈൻ ചെയ്യാനായിട്ട് എഡിറ്റ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ആ ക്രൗൺ ഇല്ലാത്തതെല്ലാം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ നമുക്ക് നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ ഒരു ആപ്പ് വെബ്സൈറ്റ് ഡിസൈൻ ആണ് വേണ്ടതെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാം. എന്ത് വേണമെങ്കിലും കൊടുക്കാം. അത് കൊടുക്കുന്നതനുസരിച്ച് ഇത് ലോഡാവും. ഇപ്പൊ ഒരു വെബ്സൈറ്റിന്റെ ഒരുപാട് വെബ്സൈറ്റിന്റെ ഫ്രീ വെബ്സൈറ്റിന്റെ ഇത് ലോഡ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എക്സാമ്പിൾ അപ്പൊ ഈ ഒരു വെബ്സൈറ്റിന്റെ ഡിസൈൻ എടുത്തിട്ട് നമുക്കൊന്ന് എഡിറ്റ് ചെയ്ത് നോക്കാം. നമുക്കൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് ഇത് യൂസ് കസ്റ്റമൈസ് ടെംപ്ലേറ്റ് എന്നുള്ള ഒരു ബട്ടൺ ആണ്. നിങ്ങൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യും. പേജസ് കൂടെ ലോഡ് ആവും. ഇവിടെ നിന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത് കേട്ടോ, ഓരോ ഇത് പേജസ് ആ വെബ്സൈറ്റിന്റെ ടെംപ്ലേറ്റ് പേജസ് ആണ്. ഇത് നമുക്ക് എഡിറ്റ് ചെയ്ത് നമ്മുടേതാക്കി മാറ്റാനായിട്ട് എന്നിട്ട് നമുക്ക് അത് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. ക്യാൻവ തന്നെ ഫ്രീ ഹോസ്റ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതല്ല നമുക്ക് പെയ്ഡ് ഒരു ഹോസ്റ്റിംഗ് സർവീസ് ഉണ്ട്, അതിലേക്ക് മാറ്റാൻ പറ്റും. അത് പ്രോ അക്കൗണ്ട് വേണമെന്ന് മാത്രമാണ്. അതാണ് ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഇത് ചെയ്യുക. ചെയ്തതിനു ശേഷം ഇവിടെ നമുക്ക് പേര് മാറ്റാം. അപ്പൊ പേര് മാറ്റുന്ന ജസ്റ്റ് നിങ്ങൾ ഇവിടെ അത് ജസ്റ്റ് ആയിട്ട് പുറത്തു കൊണ്ട് വെച്ചിട്ട് അത് ടാഗ് അടിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റാനായിട്ട് പറ്റും. വളരെ സിമ്പിൾ ആണ്. എല്ലാം വളരെ സിമ്പിൾ ആണ്. അതുപോലെ തന്നെ ഈ എംബ്ലം മാറ്റാം. ജസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് തന്നെ ഇവിടെ വരിക. നമ്മുടെ എംബ്ലം നമുക്ക് ഇങ്ങോട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ അപ്ലോഡ് എന്ന് പറഞ്ഞ സൈഡിൽ ഒരു ബട്ടൺ അവിടെ പോവുക. ഇതാണ് ഇവിടെ കണ്ട ഒരു ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഇവിടെ നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് നമ്മുടെ എംബ്ലം ഇങ്ങോട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ഡയറക്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഇതിലേക്ക് കൊണ്ടുവച്ചാലും അത് മാറും. ഇതുപോലെ നമുക്ക് ഞാൻ ഈ പിക്ചറല്ലേ ഇപ്പൊ അപ്ലോഡ് ചെയ്താൽ. അപ്പൊ നമുക്ക് ഇവിടെ പോയിട്ട് ഒരു നമ്മുടെ എംബ്ലം ഇവിടെ കൊണ്ടു നോക്കാം. അപ്പൊ ഇത് വലിയ സൈസിലായിരിക്കും വരുന്നത്. അത് കൂടെ കൊണ്ടുവച്ചതിന് ശേഷം ഈ ചെറുതാക്കി ചെറുതാക്കിയിട്ട് ഡ്രാഗ് ചെയ്താൽ മതി. അവിടെ കൊണ്ടുവച്ചിട്ട് നമ്മൾ ജസ്റ്റ് നമ്മൾ ഇങ്ങനെ പിടിച്ച് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിനനുസരിച്ച് മാറും. കണ്ടോ, കൊണ്ടുവന്ന് ഇങ്ങനെ നിങ്ങൾക്ക് അടുത്ത എല്ലാ പേജിലും ഇങ്ങനെ കൊണ്ട് വെക്കണമെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് കോപ്പി ചെയ്യുക, അടുത്ത പേജിൽ കൊണ്ടുവരിക, കോപ്പി ചെയ്യുക, നെക്സ്റ്റ് പേജ് വരിക, നിങ്ങൾ പേസ്റ്റ് ചെയ്യുക. കേട്ടോ, നെക്സ്റ്റ് പേജ് വരിക, കൺട്രോൾ വി അടിച്ചാൽ പേസ്റ്റ് ചെയ്യുക. അപ്പൊ എല്ലാ പേജിലും അതുപോലെ തന്നെ ഈ കോഡ് യുറേക്കാന്നുള്ളത് വരും. സെയിം പൊസിഷനിൽ തന്നെ വരും. ഇത് ഞാൻ കോപ്പി ചെയ്തു. എന്നിട്ട് ജസ്റ്റ് ഈ പേജ് വന്നിട്ട് ക്ലിക്ക് ചെയ്തിട്ട് കൺട്രോൾ വി അടിച്ചു കഴിഞ്ഞാൽ അവിടെ നെക്സ്റ്റ് പേജ് വന്നിട്ട് ഈ പേജ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, കൺട്രോൾ വി അടിച്ചു കഴിഞ്ഞാൽ ആ എംബ്ലം അവിടെ തന്നെ എല്ലാ പേജിലും അതേ പൊസിഷനിൽ തന്നെ. ഇവിടെയും വന്നിട്ട് ഞാൻ ഈ പേജിന്റെ എവിടെ ബ്ലാങ്ക് സ്പേസ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു, കൺട്രോൾ വി അടിച്ചു കഴിഞ്ഞാൽ അത് എല്ലാ പേജിലും നമുക്ക് ഇതുപോലെ കൊണ്ടുവെക്കാനായിട്ട് പറ്റും. ഇവിടെ വരിക, കൺട്രോൾ വി അടിക്കുക, അതവിടെ ഇത് കളഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് കൺട്രോൾ വി അടിക്കുക. അപ്പൊ നമ്മുടെ എംബ്ലം അവിടെ ഒരു മുകളിൽ പോയിട്ട് കോഡ് യുറേക്കയുടെ ഇതുപോലെ കോപ്പി ചെയ്തിട്ട് നമുക്ക് എല്ലാ പേജിലും കൊണ്ടുവെക്കാനായിട്ട്. ക്ലിക്ക് ചെയ്യുന്നു, ജസ്റ്റ് കൺട്രോൾ വി അടിക്കുന്നു, നമുക്ക് എല്ലാ പേജിലും നമ്മുടെ എംബ്ലം കറക്റ്റ് ആയിട്ട്. ഇനി നമുക്ക് ഇത് മാറ്റണം. ഇത് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ജസ്റ്റ് ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. കണ്ടില്ലേ, ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിവിടെ മാറ്റിയിട്ട് വെൽക്കം ടു കോഡ് യുറേക്ക ടൈപ്പ് ചെയ്യാം. എന്നിട്ട് ഇതിന്റെ സൈസ് ഒക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഫോണ്ട് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇതാണ് ഈ ഒരു ബോക്സ് ഉണ്ട്. ഈ ബോക്സിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾ മൂടി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഫോണ്ടുകൾ മാറ്റാൻ പറ്റും. പല ഫോണ്ടുകളിലേക്ക് മാറ്റാൻ പറ്റും. കേട്ടോ, ഫോണ്ട് പറഞ്ഞാൽ ഏത് ഫോണ്ടിലേക്ക് മാറ്റാനാണ്.
നമുക്ക് ഇഷ്ടമുള്ള ഫോണിലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഓരോ ഫോണിൽ നമുക്ക് എടുത്തിട്ട് ചേഞ്ച് ചെയ്യാം. അതുപോലെ നമുക്ക് സൈസ് മാറ്റുന്നുണ്ട്. ഇവിടെ പ്ലസ് മൈനസ് ഉണ്ട്. ഇവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഏത് സൈസ് വേണം. അതുപോലെ ഇതിന്റെ കളർ മാറ്റണമെങ്കിൽ ടെസ്റ്റിലെ കളർ മാറ്റണമെങ്കിൽ ഇവിടെ കളർ മാറ്റാനായിട്ട് പറ്റും. നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്യുക. മൊത്തത്തിലായി ബോക്സ് സെലക്ട് ചെയ്താൽ മതി. ബോക്സ് സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ കളർ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, ഒന്നുകിൽ ആ ടെസ്റ്റ് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ബോക്സ് സെലക്ട് ചെയ്യുക. കളർ മാറ്റം ഈ ഇഷ്ടമുള്ള കളറിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. സൈസ് അതുപോലെ തന്നെ നമുക്ക് ഈ വേർഡിലെ പോലെ എല്ലാ ഓപ്ഷനും ബോൾഡ് ആക്കാനും അലൈൻ ചെയ്യാനും സെൻട്രൽ ലൈനോ റൈറ്റ് ലൈനോ ബുള്ളറ്റ് കൊടുക്കണോ എല്ലാം പറ്റും. നമുക്ക് സെൻട്രൽ ലൈൻ ആക്കാം, സൈഡ് ലെഫ്റ്റ്, അതെല്ലാം നമുക്ക് ഇവിടെ ചെയ്യാനായിട്ട് വരും. പിന്നെ എന്തെങ്കിലും എഫക്ട് കൊടുക്കണമെങ്കിൽ ഇവിടെ എഫക്ട് കൊടുക്കാം. ഇവിടെ എഫക്ട് കൊടുത്ത് ഞാൻ ചേഞ്ച് വരുന്നുണ്ടോ ആ ടെസ്റ്റിന് പല രീതിയിൽ നമുക്ക് എഫക്റ്റുകൾ കൊടുക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഫക്റ്റുകൾ നിങ്ങൾ സെലക്ട് ചെയ്യും. നമുക്ക് അലൈൻമെന്റ് ഒക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഇത് നമ്മൾ നോക്കേണ്ട ഈ ഓരോ പേജ് ഇതുപോലെ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓരോ പേജിൽ പോവുക, അതിന്റെ കണ്ടന്റ് ഇതുപോലെ എഡിറ്റ് ചെയ്യും. പിന്നെ അതുപോലെ നമുക്ക് ഈ പിക്ചേഴ്സ് ഒക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ പിക്ചർ മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ നമുക്ക് അപ്ലോഡ് എന്ന ഓപ്ഷൻ ഉണ്ട്. അപ്ലോഡിന് പോയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ കാണിച്ചില്ലേ, ഇതുപോലെ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ എലമെന്റ്സ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ പോയിട്ട് നമുക്ക് എലമെന്റ്സ് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ക്രൗഡുള്ള സാധനങ്ങൾ എടുക്കാൻ പറ്റില്ല, അല്ലാത്ത എല്ലാം എടുക്കാൻ പറ്റും. ഇവിടെ ഞാൻ പോയിട്ട് എലമെന്റ്സിന്റെ പോയിട്ട് ഒരു പ്രോഗ്രാം ഞാൻ ടൈപ്പ് ചെയ്യും. പ്രോഗ്രാമിന്റെ ഗ്രാഫിക്സും കിട്ടും, നമുക്ക് ഫോട്ടോസും കിട്ടും. സി ഓൾ കൊടുത്താൽ മതി. ഇപ്പൊ ഗ്രാഫിക്സ് കാണുന്നുണ്ടെങ്കിൽ സി ഓൾ കൊടുത്തു കഴിഞ്ഞാൽ ഫുള്ള് ഗ്രാഫിക്സ് മാത്രമായിരിക്കും വരും. ഓൾ കൊടുത്ത് അല്ലെങ്കിൽ ഇതാണ് ഇവിടെ ഫോട്ടോസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഗ്രാമിങ്ങിന്റെ ഫോട്ടോ വരും. അപ്പൊ നമുക്ക് ഇതാണ് ഇവിടെ ഈ ക്രൗൺ ഇല്ലാത്ത സാധനങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ക്രൗൺ ഉള്ളത് പെയ്ഡ് മെമ്പർഷിപ്പിനുള്ളതാണ്. പെയ്ഡ് മെമ്പർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ക്രൗൺ യൂസ് ചെയ്യാം. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെയ്ഡ് മെമ്പർഷിപ്പ് എടുക്കാം. അല്ലെങ്കിൽ ഫ്രീ ആയാലും മതി. നമ്മുടെ ആവശ്യങ്ങളെല്ലാം ഫ്രീ കൊണ്ട് തന്നെ മിക്കവാറും എല്ലാ കാര്യങ്ങളും നടക്കും. കണ്ടോ, ഇവിടെ നമുക്ക് ഒരുപാട് ഇതുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇതെടുത്ത് ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു എടുത്ത് ഇങ്ങോട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെക്കാനായിട്ട് പറ്റും. എക്സാമ്പിൾ ഇതെടുത്ത് നമുക്ക് ഇങ്ങോട്ട് വെച്ചോ കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇമേജ് ആവില്ല. അതല്ല നമ്മൾ അപ്ലോഡ് ചെയ്ത ഇമേജ് ആണ് വേണ്ടതെങ്കിൽ നമ്മൾ തന്നെ ഈ ഒരു ഇമേജ് എടുത്ത് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അപ്ലോഡ് ആവും. അത് ഇവിടെ വരും. ഇതുപോലെ നമുക്ക് ഓരോ ഇമേജും ഓരോ പേജും നമുക്ക് ഇതുപോലെ ചെയ്യാനുണ്ട്. പിന്നെ നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യണം. ഇതിന്റെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. പിക്ചറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഇങ്ങനെ കിട്ടും. അവിടെ നമുക്ക് ഇത് മൂവ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇയാളെ ഇങ്ങോട്ട് സെന്ററിലേക്ക് വെക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് മാറ്റി ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇത് ഇങ്ങനെ നമുക്ക് എന്നിട്ട് അതുപോലെ കോൺടാക്ടേഴ്സ് പോവുക. ഓരോ പേജ് ഇവിടെ കാണിക്കുന്നുണ്ട്. കോൺടാക്ടേഴ്സ് എന്നിട്ട് നമുക്ക് അവിടെ വെബ്സൈറ്റിന്റെ അഡ്രസ്സും ഇതെല്ലാം കൊടുക്കാനായിട്ട് പറ്റും. നമ്മുടെ ഇമെയിലും എല്ലാം കൊടുക്കാനായിട്ട് പറ്റും. നിങ്ങൾ ആ ഇമെയിലൊക്കെ അപ്ഡേറ്റ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം നമുക്ക് ഇതിന്റെ പ്രിവ്യൂ കാണട്ടെ. ഈ പ്രിവ്യൂ കാണാൻ മുകളിൽ കാണാൻ പ്രിവ്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ, ഇതിൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ മുകളിലത്തെ നാവിഗേഷൻ ബാർ ഇവിടെ കാണിക്കുന്നില്ല. ഇത് കാണിക്കാനായിട്ട് താഴെ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ട ഓപ്ഷൻ ഉണ്ട്. ഇത് നിങ്ങൾ ജസ്റ്റ് നോക്കണം. അതായത് ഇവിടെ ടിക്ക് ചെയ്യാനായിട്ട് ഇൻക്ലൂഡ് നാവിഗേഷൻ മെനു എന്ന് പറയുന്ന ഓപ്ഷൻ അതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ നാവിഗേഷൻ ബാർ ഇവിടെ വരും. അതായത് ഇപ്പോ എബൌട്ട് ഫീച്ചേഴ്സ് എന്നുള്ളത്. അതിനുശേഷം ഇവിടെ ഒരു ഫുൾ സ്ക്രീൻ കാണിക്കാനുള്ള ഒരു ബട്ടൺ കണ്ടോ ഈ സൈഡിൽ. ഈ ഒരു ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇത് ഫുൾ സ്ക്രീൻ ആയിട്ട് എങ്ങനെ നമ്മുടെ വെബ്സൈറ്റ് അപ്പിയർ ചെയ്യും കാണാൻ പറ്റും. വളരെ മനോഹരമായിട്ടൊരു വെബ്സൈറ്റ്. അപ്പൊ തന്നെ എബൌട്ട് അസ് കൊടുക്കുമ്പോഴത്തേക്കും ആ പേജ് വരും. ഫീച്ചേഴ്സ് കാണാം. ഇതുപോലെ ഈ പേജൊക്കെ നമുക്ക് മനസ്സിലായല്ലോ. ഈ പിക്ചറൊക്കെ നമുക്ക് എങ്ങനെ മാറ്റാന്നുള്ളത്. കോൺടാക്ടേഴ്സ് നമ്മൾ കൊടുത്ത കോൺടാക്ടേഴ്സിന്റെ കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് കിട്ടും. ഇനി അത് എന്താണ് ഇവിടെ തന്നെ നമുക്ക് കാണാം. ഇത് മൊബൈലിൽ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നുള്ളത് നമുക്ക് ഇവിടെ തന്നെ ഒരു ഡിസ്പ്ലേ നമുക്ക് കിട്ടും. അത് തന്നെ മൊബൈൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യും. അപ്പൊ നമ്മുടെ വെബ്സൈറ്റ് മൊബൈലിൽ ഇത് ഇങ്ങനെ ആയിരിക്കും. ഹോം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും കാണിക്കുന്നത്. ഇവിടെ നമുക്ക് ബോട്ടിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, ഇങ്ങനെ ആയിരിക്കും കാണിക്കുന്നത്. ഓരോ പേജിന്റെയും നമുക്ക് അതിന്റെ ഒരു പ്രിവ്യൂ കൂടെ ഇവിടെ കിട്ടും. ഇനി നെക്സ്റ്റ് എന്ന് പറയാം, ഇത് എങ്ങനെ നമുക്ക് ഹോസ്റ്റ് ചെയ്യാം. ഫ്രീ ഹോസ്റ്റിംഗ് ഇതിന്റെ അകത്ത് എങ്ങനെ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് നോക്കേണ്ടത്. അപ്പൊ തന്നെ ഇവിടെ പബ്ലിഷ് വെബ്സൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ആണ്. കണ്ടോ, ഈ പബ്ലിഷ് വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തന്നെ നമുക്ക് എന്ത് URL, ഇതിപ്പോ അവരുടെ കോമൺ URL ആണ്. നമ്മൾ എന്ത് കൊടുത്താലും അതിന്റെ കൂടെ my.canva.site എന്നായിരിക്കും വരുന്നത്. അപ്പൊ അതിന്റെ മുമ്പിൽ നമുക്ക് എന്ത് വേണം കൂടെ അതായിരിക്കും നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ്. ഇത് നമുക്ക് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും നമ്മൾ അത്യാവശ്യം പർപ്പസിനുള്ള യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിന് നമുക്ക് രണ്ട് രീതിയിലുണ്ട്. ഒന്നുകിൽ നമുക്ക് നമ്മുടേതായ പബ്ലിഷിംഗ് സെറ്റിംഗ്സ് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. ഒരു പേര് കൊടുക്കാം. കോഡ് യൂറേക്കാണ് കൊടുക്കാം.
codeureka.my.canva.site എന്നായിരിക്കും നമ്മുടെ പേര്. അല്ലെ, പിന്നെ ഇവിടെ യൂസ് എ കസ്റ്റം ഡൊമൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞ അടുത്തൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബ്രിങ് യുവർ ഓൺ ഡൊമൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇത് നമ്മൾ ക്യാൻവ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുറത്തുള്ള ഒരു വെബ്സൈറ്റിലേക്ക് ഇത് നമ്മളൊരു ഡൊമൈൻ മേടിച്ചിട്ടുണ്ട്, അതിലേക്ക് ഇതിനെ ഹോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതല്ല, നമ്മളിപ്പം ഫ്രീ ആണെങ്കിൽ ഇപ്പൊ നമ്മൾ ഫ്രീ മെമ്പർഷിപ്പ് ആയതുകൊണ്ട് നമുക്ക് ഫ്രീ ഓപ്ഷൻ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ചെയ്ത് പഠിക്കാനൊക്കെ ഫ്രീ മതിയാവും. മനസ്സിലായി? അപ്പൊ ഞാൻ ഇവിടെ വീണ്ടും പബ്ലിഷ് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഇവിടെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ codeureka.my.canva.site എന്നായിരിക്കും നമ്മുടെ സൈറ്റിന്റെ പേര്. അതിനുശേഷം നമുക്ക് ഇവിടെ അതിന്റെ ഒരു പ്രിവ്യൂ കാണുന്നുണ്ടോ? ഇങ്ങനെ ആയിരിക്കും കാണുന്നത്. അതാണ് അവിടെ കാണിക്കുന്നത്. പബ്ലിഷ് വെബ്സൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാം. അപ്പൊ ഞാനിവിടെ പ്രിപ്പയർ യുവർ വെബ്സൈറ്റ് എന്ന ഇത് വരും. ഇതാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ അഡ്രസ്. കണ്ടോ? codeureka. നിങ്ങളിപ്പോ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളിപ്പോ ABC എന്ന് കൊടുക്കുന്നെങ്കിൽ abc.my.canva.site എന്ന് പറയും. ജസ്റ്റ് കോപ്പി ചെയ്യുക. അല്ലെങ്കിൽ വ്യൂ വെബ്സൈറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഒരു ഇതിലേക്ക് ഓപ്പൺ ആയി. ഇത് നമ്മൾ ഇവിടെ ആർക്ക് കൊടുത്താലും ഇത് ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ് നമ്മൾ കൊടുക്കുന്നെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് അവർക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. കേട്ടോ? ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്. നമുക്കൊരു 10 മിനിറ്റിനുള്ളിൽ പെട്ടെന്നൊരു വെബ്സൈറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റി. പിന്നെ ഇനി നമുക്ക് ഇതിന്റെ അകത്തൊരു ഇതെന്ന് പറഞ്ഞത് ഇനി നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം. അപ്പൊ നമ്മൾ ക്യാൻവയിൽ തന്നെ പോയിട്ട് എഡിറ്റ് ഡിസൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. കേട്ടോ? ഈ നമ്മുടെ പ്രോജക്ട് എടുക്കുമ്പോൾ നമുക്ക് അവിടെ കാണിക്കും. അതിന്റെ അകത്ത് എഡിറ്റ് ഡിസൈൻ കൊടുക്കാം. എഡിറ്റ് ഡിസൈൻ കൊടുത്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്ത് മാറ്റാം. എക്സാമ്പിൾ ഇപ്പം എന്തെങ്കിലും ഒരു പൊസിഷൻ മാറ്റുമോ അല്ലെങ്കിൽ ഇതിന്റെ ടെസ്റ്റ് എന്തെങ്കിലും മാറ്റുമോ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ പിന്നെയും അതിനുശേഷം ചെയ്തതിനു ശേഷം വീണ്ടും റീപബ്ലിഷ് ചെയ്യാം. അപ്പൊ ഈ വീണ്ടും പബ്ലിഷ് വെബ്സൈറ്റ് കൊടുത്താൽ അത് അതിന്റെ ചേഞ്ചസ് അവിടെ എഫക്ട് ആക്കും. മനസ്സിലായോ? അതുപോലെ എന്തെങ്കിലും നമുക്ക് റീപബ്ലിഷ് വെബ്സൈറ്റ് എന്ന ഈ ഓപ്ഷൻ കാണും. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ചേഞ്ചസ് അവിടെ എഫക്ട്. ഇത് നമ്മുടെ URL ഒരു ഡിസ്പ്ലേ ആണ്. റീപബ്ലിഷ് അതിനുശേഷം വ്യൂ വെബ്സൈറ്റ് നമ്മുടെ ഈ അഡ്രസ്സിൽ തന്നെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റും കാര്യങ്ങളെല്ലാം അവിടെ അപ്ഡേറ്റ് ആവുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ നമുക്ക് ഇനി നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ കണ്ടോ നമ്മളിവിടെ വെബ്സൈറ്റ് എടുത്തപ്പോഴത്തേക്കും ഈ വെബ്സൈറ്റിന് ഇവിടെ ഇവിടെ കാണിക്കുന്നുണ്ടോ ആപ്പ് ബിസിനസ് എന്നാണ് കാണിക്കുന്നത്. കണ്ടോ? അവിടെ എന്നിട്ട് വേറൊരു എംപ്ലോ ആണ് ഇത്. ഇവിടെ നമുക്ക് ചേഞ്ചസ് അത് എങ്ങനെയാണ് നമുക്ക് സെറ്റ് ചെയ്യുന്നത് നോക്കാം. കാര്യം ഇവിടെ നമ്മുടെ പേര് വരണം. അതിനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ തന്നെ പോവുക. വീണ്ടും നമ്മൾ ടെംപ്ലേറ്റിൽ പോകാം. ടെംപ്ലേറ്റിൽ നമുക്ക് ഇതാണ് ഇവിടെ പബ്ലിഷ് വെബ്സൈറ്റ് എന്ന ഓപ്ഷൻ കണ്ടോ? ഈ പബ്ലിഷ് വെബ്സൈറ്റിൽ പോയിട്ട് പബ്ലിഷ് സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ ഉണ്ട്. കണ്ടോ? അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണിക്കുന്നതാണ് അവിടെ കാണിക്കുന്നത്. കണ്ടോ? ഇത് എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഇത് മാറ്റണം. പബ്ലിക് വെബ്സൈറ്റ് എടുക്കുക, പബ്ലിഷ് വെബ്സൈറ്റ് എടുക്കുക. അതിനുശേഷം ഇവിടെ പബ്ലിഷ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇത് എഡിറ്റ് ചെയ്യും. എഡിറ്റ് ചെയ്തതിനു ശേഷം അവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കും. നമുക്ക് എന്താണ് വരേണ്ടത്? എനിക്ക് codeureka നമുക്ക് ആ വെബ്സൈറ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. അതാണ് ഇവിടെ ഇങ്ങനെ വെബ്സൈറ്റ് ഗൂഗിളിൽ ക്യാൻവ എന്ന് സെർച്ച് ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ വരുന്ന ആ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഈ ഡിസ്ക്രിപ്ഷൻ ഇല്ലേ, മെറ്റാ ഡിസ്ക്രിപ്ഷൻ. ഈ ഡിസ്ക്രിപ്ഷൻ ആണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. അതായിരിക്കും കാണിക്കുന്നത്. ഇവരുടെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തു. അതിനുശേഷം റീപബ്ലിഷ് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും വ്യൂ വെബ്സൈറ്റ് കൊടുക്കാം. അല്ലെങ്കിൽ ആ ലിങ്ക് കോപ്പി ചെയ്യാം. ഈ ലിങ്ക് കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ബ്രൗസറിൽ കൊണ്ട് പേസ്റ്റ് ചെയ്താൽ ഇപ്പൊ കണ്ടോ അത് മാറി. നേരത്തെ കിടന്നത് എങ്ങനെയാണ്? ഈ ആപ്പ് ഡിസൈൻ നേരത്തെ ഉടക്കിയിട്ടതാണ്. ആപ്പ് ഡിസൈൻ എന്നായിരുന്നു. അത് മാറ്റി ഇപ്പൊ നമ്മുടെ codeureka എന്ന് പറഞ്ഞത് വന്നു. അതുപോലെ തന്നെ ഇവിടെ ഈ എംപ്ലോ നമുക്ക് മാറ്റാനായിട്ട് പറ്റും. ഈ എംപ്ലോ മാറ്റുന്നതിന് അതുപോലെ തന്നെ നമ്മുടെ ഈ പബ്ലിഷ് വെബ്സൈറ്റിൽ പോവുക. അതിനുശേഷം ഈ പബ്ലിക് വെബ്സൈറ്റിൽ തന്നെ ഇവിടെ തന്നെ എഡിറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ തന്നെ ഈ എംപ്ലം ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കേട്ടോ? ആഡ് ബട്ടൺ പ്രസ് ചെയ്യുക. നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ഈ codeureka എന്ന് പറയുന്ന ഒരു എംപ്ലം കൂടെ കാണുന്നുണ്ടെങ്കിൽ അത് ഞാനൊരു എംപ്ലം കൊടുത്തു. റീപബ്ലിഷ് കൊടുത്തു.
അതാണ് ഇത് കോപ്പി ചെയ്യുക, വെബ്സൈറ്റിന്റെ അഡ്രസ് പേസ്റ്റ് ചെയ്തു, എന്നിട്ട് ഓഡിയോ റെക്കോർഡ് മൈ ഡോട്ട് ക്യാൻവ ഡോട്ട് സൈറ്റ് ആണ് ഇവിടുത്തെ എംബ്ലം മാറിയതല്ലോ. ഇപ്പൊ വൈറ്റ് കളറിലുള്ള നമ്മുടെ ഇവിടുത്തെ എംബ്ലം. ഇതുപോലെ നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. ഇതെല്ലാം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് കാണാം. താങ്ക്സ് സോ മച്ച്.